ഹലോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന്. ഇത് കണ്ടോ, ഇത്രയും മുടി പോകാനുള്ള കാരണം ഒരു ഡെങ്കുപ്പനി കാരണമാണ് കേട്ടോ. ഒരു കുരങ്ങ് പിടിച്ച കൊതുക് എന്നെ കടിച്ചു. ആ കൊതുക് കടിച്ചത് കൊണ്ടാണ് ഈ ഒരു അസുഖം എനിക്ക് വന്നത്. അത് വന്നതിന് ശേഷം ഞാൻ ഒരുപാട് വീക്കായി പോയി കേട്ടോ. ഭക്ഷണം കഴിക്കാൻ വയ്യ, എന്ത് കഴിച്ചാലും വൊമിറ്റ് ചെയ്യുക, കുറേ മെഡിസിൻ കഴിക്കുക, ബ്ലഡ് ടെസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് പോയി ബ്ലഡ് ടെസ്റ്റ്, ഇങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കുളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇന്ന് ചുടുവെള്ളത്തിൽ കുളിക്കുമായിരുന്നു കേട്ടോ. പക്ഷെ തല മാത്രം പച്ചവെള്ളത്തിൽ കഴുകുമായിരുന്നു. കഴുകി കഴിയുമ്പോഴും നമ്മൾ മുടി ചീവി കഴിയുമ്പോഴൊക്കെ മുടി പോവുമായിരുന്നു കേട്ടോ. മുടി ചീവുമ്പോഴാണ് ഫസ്റ്റ് കണ്ട മുടി എനിക്ക് അത്രയും കൊഴിയുന്നത്. രാവിലെ ചീവിയാൽ അങ്ങനെ തന്നെ എപ്പോൾ ചെയ്യുമ്പോഴും മുടി അത്രയും പോവും. ഇതില്ലേ കുളി കഴിഞ്ഞ് വരുമ്പോൾ മുടിയിൽ നിന്ന് പോകുന്ന മുടിയാണ്, കുറേ തലേന്ന് പോകുന്ന മുടിയാണ്. കുറേ പോകും കേട്ടോ. നമ്മൾ എപ്പോഴൊക്കെ താഴെ നിന്ന് ഇങ്ങനെ നമ്മൾ പിടിച്ച് വലിക്കില്ലേ, അപ്പോഴൊക്കെ മുടി പോകും. അങ്ങനത്തെ അവസ്ഥയായിരുന്നു. ഇത് ചീവുമ്പോഴും ഇഷ്ടം പോലെ ഏത് സമയം നമ്മൾ ചീവിയാലും ശരി മുടി പോകും. മുടിയിൽ കൈ വയ്ക്കാൻ പറ്റില്ലായിരുന്നു, അങ്ങനത്തെ അവസ്ഥയായിരുന്നു. അപ്പം ഒരുപാട് ഈ ഡെങ്കുപ്പനിയേക്കാളും കൂടുതൽ ഡിപ്രഷൻ അടിച്ചിരുന്ന സമയമാണ് എൻ്റെ ഈ മുടി പൊഴിച്ചിലുണ്ടാകുന്നത് കേട്ടോ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഡോക്ടറെ പോയിട്ട് ഞാൻ കാണിച്ചു, മീൻസ് ഗൈനക്കോളജി ഡോക്ടറെ പോയി കാണിച്ചു. കൺസൾട്ട് ചെയ്തപ്പോൾ അവർ മെഡിസിൻ തന്നായിരുന്നു. ഒരു ഷാമ്പു ഉണ്ടായിരുന്നു, പിന്നെ ഒരു ലോഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഷാമ്പു ഇട്ടിട്ട് തല കഴുകിയതിന് ശേഷം ആ ലോഷൻ തേക്കുക കേട്ടോ. എന്നിട്ടാണ് മുടി പൊഴിച്ചിലൊന്ന് കുറഞ്ഞത് എനിക്ക് കേട്ടോ. അന്ന് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം പിന്നെ ഞാൻ റോസ്മെരി വാട്ടർ ഉപയോഗിക്കാൻ തുടങ്ങി കേട്ടോ. പക്ഷേ വലിയ ബെനിഫിറ്റൊന്നുമില്ല, എങ്കിലും ചിലപ്പം ഡോക്ടറുടെ മെഡിസിൻ കാരണമായിരിക്കും എൻ്റെ മുടി പൊഴിച്ചിൽ നിന്നത് കേട്ടോ. പിന്നെ കുറഞ്ഞ് വരാൻ തുടങ്ങി. അങ്ങനെ മെഡിസിൻ കഴിക്കുമ്പോഴത്തെ മുടിയാണ് അത്. അത്രേ ഉള്ളത് വിശേഷം. ആ മുടി എന്നാലും എനിക്ക് എൻ്റെ നല്ലൊരു തിക്നെസ്സുള്ള മുടി ഇതുവരെയായിട്ടും വന്നിട്ടില്ല കേട്ടോ.